എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജിനു സക്കറിയ ഉമ്മൻ. ജിനു സക്കറിയ ഉമ്മനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്. അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ. അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ ഭാഷകൾക്കാണ് അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ലോകത്തിലാദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാരീതി കണ്ടെത്തിയ രാജ്യം. ലോകത്തിൽ ആദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാരീതി കണ്ടെത്തിയ രാജ്യം ചൈന. ചൈനയാണ് ലോകത്തിലാദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാരീതി കണ്ടെത്തിയ രാജ്യം. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാവുന്ന സ്മാർട്ട് കൃഷിരീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോകബാങ്കിൻ്റെ അംഗീകാരമുള്ള പദ്ധതി. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷിരീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോകബാങ്കിൻ്റെ അംഗീകാരമുള്ള പദ്ധതി കേര. കേര പദ്ധതിയാണ് കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷിരീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോകബാങ്കിൻ്റെ അംഗീകാരമുള്ള പദ്ധതി. ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത് ചെന്നൈ. ചെന്നൈയിലാണ് ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്. ദേശീയ കായികവേദിയുടെ 2024 ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത്. ദേശീയ കായികവേദിയുടെ 2024 ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് PR ശ്രീജേഷ്, KK സന്തോഷ്. PR ശ്രീജേഷിനും KK സന്തോഷിനുമാണ് ദേശീയ കായികവേദിയുടെ 2024 ഉമ്മൻചാണ്ടി പുരസ്കാരം. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ. ഇന്ത്യയാണ് 2025 ICC വനിതാ ഏകദിന ലോകകപ്പ് വേദി. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകം, കടലുണ്ടി. കുമരകം, കടലുണ്ടി വില്ലേജുകൾക്കാണ് 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിച്ച ആദ്യ നഗരം. ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിച്ച ആദ്യ നഗരം ഹേഗ്. നെതർലൻഡ്സിലെ ഹേഗാണ് ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിച്ച ആദ്യ നഗരം. നെതർലൻഡിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്. നെതർലൻഡിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് കുമാർ തുഹിൻ. കുമാർ തുഹിനാണ് നെതർലൻഡിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂർ. കണ്ണൂരിലാണ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം. BCCI നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. BCCI നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബംഗളൂരു. ബംഗളൂരുവിലാണ് BCCI നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2024 ലോക
ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നതാണ് 2024 ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം സ്വീഡൻ. സ്വീഡനാണ് ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് 2024 ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയത്. 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് 45ാമത് ചെസ് ഒളിമ്പ്യാഡ് 2024 ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയത്. 2025 ഓസ്കർ പുരസ്കാരത്തിലെ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള മത്സര വിഭാഗത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി നേടിയ ഹിന്ദി ചിത്രം. 2025 ഓസ്കർ പുരസ്കാരത്തിലെ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള മത്സര വിഭാഗത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി നേടിയ ഹിന്ദി ചിത്രം ലാപത്ത ലേഡീസ്. കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത്ത ലേഡീസ് ആണ് 2025 ഓസ്കർ പുരസ്കാരത്തിലെ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള മത്സര വിഭാഗത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി നേടിയ ഹിന്ദി ചിത്രം. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ വി വേണു. ഡോക്ടർ വി വേണുവാണ് കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ. ഫെഡറൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായത്. ഫെഡറൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായത് KVS മണിയൻ. KVS മണിയനാണ് ഫെഡറൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായത്. അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മക്കുറിപ്പ്. അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മക്കുറിപ്പ് മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ എന്നതാണ് അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മക്കുറിപ്പ്. സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കടപ്പൂർ. കോട്ടയത്തെ കടപ്പൂറാണ് സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത് പ്രേംകുമാർ. പ്രേംകുമാറാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചെയർമാനായി ചുമതലയേറ്റത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ FWD-200B. FWD-200B ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ. കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ. കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ ഹിൽകോൾ. ഹിൽകോൾ വാക്സിനാണ് കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായി നിയമിതനായത്. ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായി നിയമിതനായത് SP ധർക്കർ. SP ധർക്കറാണ് ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായി നിയമിതനായത്. അടുത്തിടെ ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം. ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് അടുത്തിടെ ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം. 2025 ഓസ്കറിലേക്ക് UK യുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം.
2025 ഓസ്കറിലേക്ക് UK ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം സന്തോഷ്. സന്ധ്യ സൂരി സംവിധാനം ചെയ്ത സന്തോഷാണ് 2025 ഓസ്കറിലേക്ക് UK ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ്. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ് CV ബാലകൃഷ്ണൻ. CV ബാലകൃഷ്ണനാണ് പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ്. ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ വന്ദേ മെട്രോ ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ വന്ദേ മെട്രോ എന്നും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് അഹമ്മദാബാദിനെയും ഭുജിനെയുമാണ്. അഹമ്മദാബാദിനെയും ഭുജിനെയുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ വന്ദേ മെട്രോ ബന്ധിപ്പിക്കുന്നത്. ആരുടെ കാലാവധിയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി 1 വർഷത്തേക്ക് കൂടി നീട്ടിയത്? ആരുടെ കാലാവധിയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി 1 വർഷത്തേക്ക് കൂടി നീട്ടിയത്? ലോക്നാഥ് ബെഹ്റ. ലോക്നാഥ് ബെഹ്റയുടെ കാലാവധിയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി 1 വർഷത്തേക്ക് കൂടി നീട്ടിയത്. 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ. 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയാണ് 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതി. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതി NPS വാത്സല്യ. NPS വാത്സല്യ പദ്ധതിയാണ് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതി. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് KN ഹരിലാൽ. KN ഹരിലാലാണ് 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത്. ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയ. മേഘാലയയാണ് ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആകാൻ ഒരുങ്ങുന്നത്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനമാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആകാൻ ഒരുങ്ങുന്നത്. സാമൂഹിക നീതി വകുപ്പിൻ്റെ വയോസേവന പുരസ്കാരങ്ങളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത്. സാമൂഹിക നീതി വകുപ്പിൻ്റെ വയോസേവന പുരസ്കാരങ്ങളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് വിദ്യാധരനും G വേണുവും. കൂടിയാട്ട കലാകാരനായ G വേണുവും സംഗീത സംവിധായകനായ വിദ്യാധരനുമാണ് സാമൂഹിക നീതി വകുപ്പിൻ്റെ വയോസേവന പുരസ്കാരങ്ങളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത്. 2024 സെപ്റ്റംബർ 12 അന്തരിച്ച CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി. 2024 സെപ്റ്റംബർ 12 അന്തരിച്ച CPIMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരിയാണ് 2024 സെപ്റ്റംബർ 12 അന്തരിച്ച CPIMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതുക്കിയ പേര്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതുക്കിയ പേര് ശ്രീ വിജയപുരം. ശ്രീ വിജയപുരം എന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതുക്കിയ പേര്. 2024 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ. 2024 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ, ഡേവിഡ് ബേക്കർ. ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ, ഡേവിഡ് ബേക്കർ എന്നിവരാണ് 2024
രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ ടെലിമാനസ്. ഹെൽപ്പ് ലൈൻ നമ്പർ 14416. ടെലിമാനസ് ആണ് മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ. അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയോട് ചേർന്ന പ്രദേശത്തു നിന്ന് ഗവേഷകർ കണ്ടെത്തിയ അപൂർവ ഇനം സൂചിത്തുമ്പി. അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയോട് ചേർന്ന പ്രദേശത്തു നിന്ന് ഗവേഷകർ കണ്ടെത്തിയ അപൂർവ ഇനം സൂചിത്തുമ്പി. അഗസ്ത്യമല മുളവാലൻ. അഗസ്ത്യമല മുളവാലനാണ് അടുത്തിടെ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയോട് ചേർന്ന പ്രദേശത്തു നിന്ന് ഗവേഷകർ കണ്ടെത്തിയ അപൂർവ ഇനം സൂചിത്തുമ്പി. സംസ്ഥാന പുരുഷ സീനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് വേദി. സംസ്ഥാന പുരുഷ സീനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പ് വേദി കൊല്ലം. കൊല്ലമാണ് സംസ്ഥാന പുരുഷ സീനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പ് വേദി. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ. ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റ. നോയൽ ടാറ്റയാണ് ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ. ജോർജ് ഓണക്കൂറാണ് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത്. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് മനു ഭാക്കർ. മനു ഭാക്കറാണ് ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത്. FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. FSSAI പുറത്തുവിട്ട സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ളത് കേരളം. കേരളമാണ് FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയാൻ ഏജ് എംപതി സ്യൂട്ട് തയ്യാറാക്കിയത്. വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയാൻ ഏജ് എംപതി സ്യൂട്ട് തയ്യാറാക്കിയത് IIT മുംബൈ. IIT മുംബൈയാണ് വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയാൻ ഏജ് എംപതി സ്യൂട്ട് തയ്യാറാക്കിയത്. ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, തട്ടിപ്പുകൾ എന്നിവ ഒഴിവാക്കുന്നതിനു വേണ്ടി ആരംഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ. ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, തട്ടിപ്പുകൾ എന്നിവ ഒഴിവാക്കുന്നതിനു വേണ്ടി ആരംഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ എൻ്റെ ഭൂമി. എൻ്റെ ഭൂമി പോർട്ടലാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, തട്ടിപ്പുകൾ എന്നിവ ഒഴിവാക്കുന്നതിനു വേണ്ടി ആരംഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത് ഏരീസ് കൊല്ലം സെയിലേഴ്സ്. ഏരീസ് കൊല്ലം സെയിലേഴ്സാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.